കിടറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതിന് പിന്നിൽ അന്ധവിശ്വാസവും ആഭിചാര ക്രിയകളുമാണോ? മന്ത്രവാദി ശംഖുമുഖം ദേവദാസിന് ഈ കേസിൽ പങ്കുണ്ടോ? കുട്ടിയുടെ അമ്മാവൻ ഹരികുമാർ കുറ്റമേറ്റെടുത്തെങ്കിലും എന്തിനാണ് കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമായിട്ടില്ല. ഹരികുമാറും കുട്ടിയുടെ അമ്മ ശ്രീതുവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചുരുളഴിയണം. ഇവർ തമ്മിൽ രാത്രിയിൽ നടത്തിയ വാട്സാപ്പ് ചാറ്റുകളിൽ പല ദുരൂഹതകളുമുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രതി പരസ്പര വിരുദ്ധമായാണ് മൊഴി നൽകുന്നത്. കുട്ടിയെ കൊലപ്പെടുത്തിയതിൽ അന്ധവിശ്വാസമാകാൻ കാരണമെന്നും സൂചനയുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജോത്സനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. വയസ്സുള്ള ദേവേന്ദുവിനെ എന്തിനാണ് സ്വന്തം അമ്മാവൻ കൊലപ്പെടുത്തിയത്? ഇപ്പോഴും അതിനുത്തരം തേടുകയാണ് പോലീസ്. പ്രതി ഹരികുമാറിനെ പലതവണ ചോദ്യം ചെയ്തിട്ടും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ പോലീസിനായിട്ടില്ല. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് റൂറൽ SP KS സുദർശൻ. പ്രതി ഹരികുമാർ ഈ കുറ്റം സമ്മതിച്ചിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇയാൾ മാനസികമായിട്ട് ചെറിയൊരു പ്രോബ്ലമുള്ള ആളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും കൂടുതൽ എക്സ്പെർട്ടീസിൻ്റെ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വിശദമായിട്ട് അന്വേഷണം നടത്തി അതിലെന്തെങ്കിലും വസ്തുതകളുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ കൂടുതൽ പരിശോധന ചെയ്തെങ്കിൽ മാത്രമേ അറിയാൻ പറ്റൂ. ആള് മാനസികമായിട്ട് സ്റ്റേബിളായിട്ടുള്ള ആളല്ല. അതാണ് അതിലത്തെ ഒരു ബുദ്ധിമുട്ടുള്ളത്. കൊല നടത്തിയത് ഹരികുമാർ ആയിരിക്കില്ലെന്നും ഒരുപക്ഷെ കൃത്യം ചെയ്തെങ്കിൽ തന്നെ കുട്ടിയുടെ അമ്മയുടെയോ അമ്മുമ്മയുടെയോ അറിവോടുകൂടിയായിരിക്കുമെന്നും ആരോപണം ഉയരുന്നുണ്ട്. കേസിൽ ഇതുവരെ മറ്റാരെയും പ്രതി ചേർത്തിട്ടില്ല. ജോത്സ്യൻ ശംഖുമുഖം ദേവിദാസിനുമായി അമ്മ ശ്രീതു അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ജോത്സ്യനെ ചോദ്യം ചെയ്തെങ്കിലും കുട്ടിയുടെ മരണത്തിൽ പങ്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കുട്ടിയുടെ അമ്മ ശ്രീതുവും പ്രതിയും തല മുണ്ഡനം ചെയ്തത് ജോത്സ്യന്റെ നിർദ്ദേശപ്രകാരമാണോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. അതിപ്പോ ഉണ്ടോന്നില്ലോ ഇപ്പൊ പറയുന്ന ഈ അവസരത്തിൽ പറയാൻ ഓർത്തില്ല. അതിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഹരികുമാറിന്റെയും ശ്രീതുവിന്റെയും ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് പോലീസ് തീരുമാനം. ഇരുവരും നിഗൂഢ മനസ്സുള്ളവരാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരേ വീട്ടിൽ തൊട്ടടുത്ത മുറികളിൽ താമസിച്ചിരുന്ന ഇവർ തമ്മിൽ വാട്സാപ്പിൽ വീഡിയോ കോളുകൾ ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇരുവരും പരസ്പര വിരുദ്ധമായ മൊഴികളാണ് നൽകിയത്. കുടുംബത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നത് രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച ശേഷമാണെന്ന് ജോത്സ്യൻ പറഞ്ഞതായി കുട്ടിയുടെ അമ്മ മൊഴി നൽകിയിട്ടുണ്ട്. ജോത്സ്യൻ ദേവിദാസിനെ കുറിച്ചും പോലീസ് കൂടുതൽ അന്വേഷണം നടത്തും. ഇയാളുടെ വീടിന് പരിസരത്തെ സാഹചര്യം ദുരൂഹമാണെന്ന് നാട്ടുകാർ പറയുന്നു. കുട്ടിയുടെ മുത്തച്ഛന്റെ മരണം സംബന്ധിച്ചും ദുരൂഹതകളുള്ളതായി സംശയമുയർന്ന സാഹചര്യത്തിൽ ഇക്കാര്യവും പോലീസ് പരിശോധിക്കും. കൂടുതൽ അന്വേഷണത്തിൽ കേസിലെ ദുരൂഹതകൾ ഒഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. News 18 തിരുവനന്തപുരം.